ഏടിയാ ചെക്കനെവിടെ? ഞങ്ങൾക്കറിയില്ല. അതെന്താ നിങ്ങൾക്ക് അറിയാത്തത്? നിങ്ങളെ കൂടെ അല്ല അവൻ ഉണ്ടായിരുന്നത്? അവൻ കുറച്ചേരം ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പുറത്തേക്ക് കളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൻ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് നിങ്ങൾ അവനെ വിട്ടോ? പിന്നെ അല്ലെങ്കിൽ അവൻ ഞങ്ങളോട് സമ്മതം ചോദിച്ചിട്ടാണല്ലോ പോവല്. ചെറിയ കുട്ടികളൊക്കെ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടന്നാ വല്ല പിള്ളേരെ പിടുത്തക്കാരും പിടിച്ചോണ്ടാവും. ആ കാര്യത്തിൽ അമ്മ പേടിക്കണ്ട. കൊണ്ടുപോയാല് പെട്ടെന്ന് തന്നെ തിരിച്ചേൽപ്പിക്കും. അത്രക്ക് നല്ല സ്വഭാവമാണല്ലോ അമ്മടെ മോൻ്റെത്. എന്നാ നിങ്ങളൊന്ന് പോയി നോക്ക് അവൻ എവിടെയെന്ന്. ആദ്യം ഞങ്ങൾ ചായ കുടിക്കട്ടെ. അവൻ ഒറ്റക്കല്ലേ പോയത്, ഒറ്റക്ക് തന്നെ തിരിച്ചു വന്നോളും. അവൻ ദൂരെ എവിടെയും പോവും. അതൊന്നുമില്ല, അവൻ ഈ മുറ്റത്ത് എവിടെങ്കിലും കാണും. വിശക്കുമ്പോ താനെ വന്നോളും. ചായ ഞാൻ റെഡിയാക്കി വെക്കാം, നിങ്ങളൊന്ന് പോയി നോക്ക്. ആദ്യം ചായ കുടിച്ചിട്ടേ പോണുള്ളൂ. ആദ്യം ഞാൻ വടി കൊണ്ട് 2 തന്നിട്ടേ ചായ ഉണ്ടാക്കണുള്ളൂ. എന്താ അങ്ങനെ മതിയോ? അയ്യോ വേണ്ടായേ, ഞങ്ങൾ പോയി നോക്കാം. ഈ ചക്കര കൈ കിട്ടിയിട്ട് വേണം 2 കൊടുക്കാൻ. അത് ശരി, നീ ഇവിടെ ഇരുന്നല്ലേ. നീ കാരണം ഞങ്ങൾക്ക് ചായ കൂടി കിട്ടിയില്ല. അല്ല, നിനക്ക് ഇവിടെ എന്താ പണി? ഞാൻ ചെറുതായിട്ട് അത് കുക്ക് ചെയ്ത് കളിക്കാണ്. അമ്മേ ഒന്ന് ഇങ്ങോട്ട് വാ, അമ്മയുടെ മോ ഇവിടെ ഉണ്ട്. അയ്യോ, ഇത് നമ്മുടെ ടേബിളിന്റെ ഷീറ്റ് അല്ലേ? ടേബിളിന്റെ ഷീറ്റ് മാത്രല്ല, സ്റ്റൗവും അമ്മയുടെ ചീനച്ചട്ടി ഒക്കെ എടുത്തിട്ടുണ്ട്. അത് മാത്രല്ല, കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്നോട് ചോദിക്കാതെ ആരാ നിന്നോട് എടുക്കാൻ പറഞ്ഞത്? ഞാൻ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യാൻ നോക്കിയതാ. നിന്റെ ഒരു കുക്കിംഗ് എടുത്തത് എടുത്തു. ഇനി എങ്ങാനും അടുക്കളയിൽ എന്തെങ്കിലും എടുത്താ എന്റെ സ്വഭാവം മാറും. ഇനി ചെയ്യൂലമ്മേ, തൽക്കാലത്തിന് ഇത് കൊളാക്കല്ലേ പ്ലീസ്. നിന്റെ കുക്കിംഗ് ഒക്കെ കൊള്ളാം, പക്ഷെ തെങ്ങിന്റെ ചോട്ടിലാ ഇരിക്കണെന്നുള്ള ഓർമ്മ വേണം. തെങ്ങ് ചതിക്കൂലെന്നല്ല അമ്മ. ഓ പിന്നെ, ന്യൂട്ടന്റെ തലയിൽ ആപ്പിള് വീണ പോലെ ഇവന്റെ തലയിൽ തേങ്ങ വീഴുമ്പോ അറിയാ. ഒന്ന് പോടി. ദേ ചെക്ക, കളി കാര്യാവും. അവിടുന്ന് എണീച്ചിട്ട് വേറെ എങ്ങോട്ടേലും മാറിയിരിക്ക്. ഓ, നിങ്ങളെ കൂടി ഇങ്ങനെ തളർത്തല്ല അമ്മ. ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ നീ കാരണം ഉള്ള കാശ് മുഴുവൻ ആശുപത്രി കൊടുക്കാനുള്ള നേരം. എന്തെങ്കിലും ചെയ്യ, ഞാൻ പോവുക. എടാ, എന്താ നീ ഉണ്ടാക്കിയത്? അതിന്ന് കുറച്ചൊക്കെ ഞങ്ങൾക്കും തായോ. ഓ, ഇത്രയും നേരം എന്നെ കളിയാക്കിയെന്നില്ലേ? ഞാനൊന്നും തരൂല. ഇവൻ വല്ലാത്ത സാധനം തന്നെ. ഇവിടെ ഇങ്ങനെ വെറുതെ നിക്കണമെന്നില്ല, ഞാനൊന്നും തരൂല. അവന്റെ ഒരു ജാട. ഞങ്ങൾ പോവാണ്. കാട്ടിൽ തേങ്ങാക്കുലകൾ ആടുന്നു. അല്ലെങ്കിൽ അത് വേണ്ട. തെങ്ങിന്റെ ചോട്ടിൽ ഇരിക്കുമ്പോ പാടാൻ അതിലും നല്ല പാട്ടുണ്ട്. നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങളിൽ മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങളിൽ മണ്ണുണ്ട്. അയ്യോ അമ്മ, ഓടി വരണേ. എന്താ, എന്തു പറ്റി? എന്റെ തലയിൽ തേങ്ങ വീണമ്മ. തല പൊട്ടിപ്പോണ വേദന. എന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? നിന്നോട് ഞാൻ തെങ്ങിന്റെ ചോട്ടിൽ ഇരിക്കരുതെന്ന് പറഞ്ഞതല്ലേ? ശവത്തി കുത്താതൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അമ്മ. മോളെ വേഗം അച്ഛനെ വിളിക്ക്. ആ ശരി അമ്മ. വാ മോനെ, എണീക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ.